ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കാനുള്ളത്. 12ാമത്തെ ശ്ലോകം: ഭാരതൈവം വത്സപേഷു ഭുഞ്ജാനേഷ്വച്യുതാത്മസു വത്സാസ്ത്വന്തർവനേ ദൂരം വിവിശുസ്തൃണലോഭിതാ. ഭാരതൈവം വത്സപേഷു. ഭാരത ഏവം രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭാരതൈവം. ഭാരത അല്ലയോ, ഭരതകുലോൽപ്പന്ന എന്ന് പറഞ്ഞാൽ ഭരതകുലത്തിൽ ജനിച്ചവനെ പരീക്ഷിത് മഹാരാജാവിനോടാണ് പറയുന്നത്. ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ഭുഞ്ജാനേഷു അച്യുതാത്മസു. ഭുഞ്ജാനേഷു അച്യുതാത്മസു. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭുഞ്ജാനേഷു അച്യുതാത്മസു. ഭുഞ്ജാനേഷു എന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അച്യുതാത്മസു, അച്യുതനിൽ തന്നെ നിർത്തിയ മനസ്സോടുകൂടിയ. വത്സാസ്ത്വന്തർവനേ ദൂരം. വത്സാഹ തു അന്തർവനെ. ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് വത്സാസ്ത്വന്തർവനെ. വത്സ എന്ന് പറഞ്ഞാൽ ആ പശുക്കുട്ടികൾ. തു ആ പശുക്കുട്ടികളാകട്ടെ അന്തർവനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക്. ദൂരം കുറച്ച് ദൂരേക്ക്. വിവിശു തൃണലോഭിത. വിവിശു എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. തൃണലോഭിത, തൃണം എന്നാൽ പുല്ല്. തൃണലോഭിത പുല്ലിലുള്ള ആഗ്രഹം നിമിത്തം, അതായത് പുല്ല് തിന്നുന്നതിനായിക്കൊണ്ട് ഈ പശുക്കുട്ടികളൊക്കെ ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെയാകട്ടെ കുട്ടികളൊക്കെ എന്താ, കുട്ടികളുടെ മനസ്സ്, കുട്ടികൾ ഇതൊന്നും കാണുന്നില്ല. അഥവാ കുട്ടികൾക്ക് അതിനേക്കാൾ അവർ രമിച്ചിരിക്കുന്നത്, ലയിച്ചിരിക്കുന്ന തങ്ങളുടെ നടുവിൽ തങ്ങളോടൊപ്പം ഇരിക്കുന്ന കൃഷ്ണനിലാണ്. അതാണ് പറഞ്ഞ അച്യുതനിൽ മനസ്സ് വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ച്യുതിയില്ലാത്ത ഒന്നിനോട് മനസ്സ് ചേർത്ത് വെച്ചതുകൊണ്ട് ച്യുതിയുള്ള മറ്റു ഭൗതിക വിഷയങ്ങൾ അവർ ശ്രദ്ധിച്ചതേയില്ല. അഥവാ അതിലേക്ക് മനസ്സ് പോയില്ല. അവരങ്ങനെ ആ കൃഷ്ണനിൽ തന്നെ, കൃഷ്ണൻ്റെ നേരം പോക്കുകളൊക്കെ കേട്ട് അങ്ങനെ ആനന്ദിച്ചിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുല്ല് തിന്നാനുള്ള ഇതിൽ ഈ പശുക്കുട്ടികൾ ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ കുട്ടികൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും എല്ലാം അറിയുന്ന ഭഗവാൻ അറിയുന്നുണ്ട്. ഈ പശുക്കുട്ടികൾ പുല്ല് തിന്നുവാൻ ആയിട്ട് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ചധികം അവർ ഉള്ളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭാരതൈവം വത്സപേഷു ഭുഞ്ജാനേഷ്വച്യുതാത്മസു വത്സാസ്ത്വന്തർവനേ ദൂരം വിവിശുസ്തൃണലോഭിത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭുഞ്ജാനേഷ്വച്യുതാത്മസു. അവിടെ അച്യുതാത്മസു ആയതുകൊണ്ട് തന്നെ ഭുഞ്ജാനേഷ്വ, അശ്വ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത വത്സാസ്തു അന്തർവനെ. വത്സാത്തു എന്ന് വരുന്നിട്ട് അന്തർവനെയാണ്. അതുകൊണ്ട് വത്സാസ്ത്വ എന്ന് വരുന്ന ത്വ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് വിവിശുസ്തൃണലോഭിത. അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അതുകൊണ്ട് അകാരം നീട്ടിയെടുക്കുകയും വേണം. അതേപോലെ പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും ചെയ്യുക. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. താൻ ദൃഷ്ട്വാ ഭയസന്ത്രസ്താനൂചേ കൃഷ്ണോസ്യ ഭീഭയം മിത്രാണ്യാശാന്മാ വിരമതേ ഹാന്യേഷ്യേ വത്സകാനഹം. താൻ ദൃഷ്ട്വാ ഭയസന്ത്രസ്താനൂചേ.
താൻ ദൃഷ്ട്വ, താൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ, ദൃഷ്ട്വ കണ്ടിട്ട്, ഭയസന്ത്രസ്താനൂജെ, ഭയസന്ത്രസ്താൻ ഊജെ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭയസന്ത്രസ്താനൂജെ. ഭയസന്ത്രസ്താൻ എന്ന് പറഞ്ഞാൽ പേടിച്ചു വിറച്ചവരായിട്ടുള്ള അവരോട് ഊജെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. കൃഷ്ണോസ്യ ഭീഭയം, കൃഷ്ണോസ്യ, കൃഷ്ണഃ അസ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കൃഷ്ണോസ്യ. കൃഷ്ണ, ഇവിടെ കൃഷ്ണോസ്യ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ, ഇതിൻ്റെ ഭീഭയം എന്ന് പറഞ്ഞാൽ ഭയത്തിനും ഭയരൂപനായിരിക്കുന്ന ഭഗവാൻ. ഭീ എന്നാൽ ഭയം, ഭീഭയം ആ ഭയരൂപമായി വന്നിരിക്കുന്ന ഭഗവാൻ. മിത്രാണ്യാശാന്മാ വിരമതേ ഹാനേഷ്യെ, അതായത് മിത്രാണി ആശാദ മാ വിരമത ഇഹ ആനേഷ്യെ, ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് മിത്രാണ്യാശാന്മാ വിരമതേഹാനേഷ്യെ. മിത്രാണി എന്ന് പറഞ്ഞാൽ അല്ലയോ കൂട്ടുകാരെ, ഇവിടെ ഭഗവാൻ പറയുകയാണ്. ആശാത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ, ആ ഭക്ഷണത്തിൻ്റെ മുൻപിൽ നിന്ന് മാ വിരമത, എഴുന്നേൽക്കണ്ട, നിങ്ങളിരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. ഇഹ ആനേഷ്യെ, ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, ആനേഷ്യെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാം, ഞാൻ പോയിട്ട് കൊണ്ടുവരാം. ആരെ? വത്സകാനഹം, വത്സകാൻ അഹം, രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വത്സകാനഹം. വത്സകാൻ പശുക്കുട്ടികളെ, അഹം ഞാൻ പോയിട്ട് കൂട്ടിയിട്ട് വരാം ആ പശുക്കുട്ടികളെ. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്നും എഴുന്നേൽക്കുകയേ വേണ്ട. അപ്പോൾ ഇവിടെ പശുക്കുട്ടികളെ കാണാതായപ്പോൾ, പശുക്കുട്ടികൾ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് ഈ കുട്ടികളൊന്നും കണ്ടില്ല. അതറിയുന്നത്, കണ്ടത് ഭഗവാൻ മാത്രമാണ്. അപ്പോൾ ഈ പശുക്കുട്ടികൾ കയറിപ്പോയതിന് ശേഷം ഇവരെപ്പോഴോ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു, പശുക്കുട്ടികളെ കാണാനില്ല. അപ്പോൾ അങ്ങനെ കാണുന്നില്ല എന്നായപ്പോൾ ഈ ഗോപകുമാരന്മാരൊക്കെ അല്പം ഒന്ന് ഭയക്കുകയും ചെയ്തു, ദുഃഖിക്കുകയും ചെയ്തു. തങ്ങളുടെ പശുക്കുട്ടികളെ കണ്ടില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭയത്തിനും ഭയസ്വരൂപനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയം പോലും ആരെയാണോ ഭയക്കുന്ന അങ്ങനെയുള്ള ആ ഭഗവാൻ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭയത്തെ ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ കൂട്ടുകാരുടെ ഈ സങ്കടമൊക്കെ ഭഗവാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളാരും ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്നും എഴുന്നേൽക്കണ്ട, നിങ്ങൾ തുടർന്നും ഭക്ഷണം കഴിച്ചുകൊള്ളൂ. ഞാൻ പോയിട്ട് ആ പശുക്കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ടിങ്ങ് വരാം, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം പശുക്കുട്ടികളെ എന്നും പറഞ്ഞിട്ട് ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താൻ ദൃഷ്ട്വാ ഭയസന്ത്രസ്താനൂജേ കൃഷ്ണോസ്യ ഭീഭയം മിത്രാണ്യാശാന്മാ വിരമതേ ഹാന്യേഷ്യെ വത്സകാനഹം. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭയസന്ത്രസ്താനൂജേ, ഭയസന്ത്രസ്താൻ ഊജേ, രണ്ട് വാക്കുകൾ ചേരുന്നതാണ്, പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ മിത്രാണ്യാശാന്മാ, മിത്രാണി ആശാദാണ് അവിടെ അകാരം നീട്ടിയെടുക്കുക. അതുപോലെ വിരമതേ ഹാനേഷ്യെ, വിരമതേ ഇഹ ആനേഷ്യയാണ്, ഈ വരുന്നില്ല, വിരമതേ ഇഹ ആനേഷ്യെ എന്നുള്ളിടത്ത്, വിരമത ഇഹ ആനേഷ്യെ എന്നുള്ളിടത്ത് വിരമതേഹ ആനേഷ്യെ എന്നാകും. അവിടെ അകാരം നീട്ടിയെടുക്കേണ്ടതുണ്ട് ആനേഷ്യെ എന്നുള്ളിടത്ത്. അതുപോലെ വത്സകാനഹം,
വത്സകാൻ അഹം എന്ന് വരുന്നിടത്ത് ന എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. ഇത്യുക്ത്വാദ്രീദരീകുഞ്ച ഗഹരേഷ്വാത്മവത്സകാൻ വിചിൻവൻ ഭഗവാൻ കൃഷ്ണ സപാണികബളോയയൗ. ഇത്യുക്ത്വാദ്രിദരീകുഞ്ച ഗഹ്വരേഷ്വാത്മവത്സകാൻ. ഇതി ഉക്ത്വാ അദ്രിദരീകുഞ്ച ഗഹ്വരേഷു ആത്മവത്സകാൻ. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ വരുന്നതാണ് ആദ്യത്തെ ആ ഒരു വരി. ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട് അദ്രിദരീകുഞ്ച ഗഹ്വരേഷു. അദ്രി എന്നാൽ പർവ്വതങ്ങൾ, ദരി കുഞ്ച ഗഹ്വരേഷു ഗുഹകൾ, അതുപോലെ അവിടെയുള്ള വള്ളിക്കുടിലുകൾ. കുഞ്ച എന്ന് പറഞ്ഞാൽ വള്ളിക്കുടിലുകൾ, ഗഹ്വരേഷു എന്ന് പറഞ്ഞാൽ കടന്നു ചെല്ലാൻ പ്രയാസമായിട്ടുള്ള സ്ഥാനങ്ങൾ. ഇവിടെയെല്ലാം ആത്മവത്സകാൻ തൻ്റെ പശുക്കുട്ടികളെ വിചിൻവൻ ഭഗവാൻ കൃഷ്ണ. വിചിൻവൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ അന്വേഷിക്കുന്നവനായിട്ട് ഭഗവാൻ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാൻ സപാണികബളോയയൗ. സപാണികബളഃ തൻ്റെ കയ്യിലെ പകുതി കഴിച്ച അല്ലെങ്കിൽ പകുതിയുള്ള ആ ചോറുരുളയുമായിട്ട് അതോടുകൂടിയിട്ട് യയൗ എന്ന് പറഞ്ഞാൽ പോയി. തൻ്റെ പശുക്കുട്ടികളെ തിരയുന്നതിന് വേണ്ടിയിട്ട്, ഇവിടെ തൻ്റെ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മാത്രമല്ല ഈ മറ്റുള്ള ഗോപബാലന്മാരുടെ എല്ലാവരുടെയും, അതായത് താൻ ഉൾപ്പെടെയുള്ളവരെല്ലാം മേയിച്ചുകൊണ്ട് വന്ന ഈ പശുക്കുട്ടികളെയൊക്കെ തിരയുന്നതിനായിക്കൊണ്ട് ആദ്യം വിഷമിച്ചിരുന്ന തൻ്റെ കൂട്ടുകാരെയൊക്കെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ചതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ആ കയ്യിലെ പകുതി ചോറുരുളയുമായിട്ട് ഭഗവാൻ എവിടെയൊക്കെ തൻ്റെ പശുക്കുട്ടികളെ തിരയാമോ അവിടെയെല്ലാം പോയി തിരഞ്ഞു. പർവ്വതങ്ങൾ, അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഗുഹകളുണ്ട്, അവിടെയൊക്കെ പോയി നോക്കി. അതുപോലെ വള്ളിക്കുടിലുകൾ, കടന്നു ചെല്ലുവാൻ പ്രയാസമുള്ളതായിട്ടുള്ള സ്ഥാനങ്ങൾ, എല്ലായിടവും അന്വേഷിക്കുന്നവനായിട്ട് ഭഗവാൻ അങ്ങനെ അവിടെയെല്ലാം നടന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇത്യുക്ത്വാദ്രിദരീകുഞ്ച ഗഹ്വരേഷ്വാത്മവത്സകാൻ വിചിൻവൻ ഭഗവാൻ കൃഷ്ണ സപാണികബളോയയൗ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പശുക്കുട്ടികളെയൊക്കെ തേടി നടന്നു എന്ന് നമുക്കൊരു ചോദ്യം ഉണ്ടാവാം. എല്ലാം അറിയുന്ന ഭഗവാനല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷിച്ച് നടന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭഗവാൻ എന്തിനു വേണ്ടി ഇത് ചെയ്തു? ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ അറിയാം ഇത് ബ്രഹ്മാവിൻ്റെ ഒരു പരീക്ഷണമാണ്, തന്നെ ഒന്ന് പരീക്ഷിക്കുകയാണ്. താനിപ്പോൾ വെറും ഒരു മനുഷ്യ ബാലനാണല്ലോ, അതുകൊണ്ട് തന്നെ പരീക്ഷിക്കാൻ വന്നിരിക്കുകയാണ് ബ്രഹ്മാവ് എന്ന് മനസ്സിലായി. പക്ഷേ ആ ബ്രഹ്മാവിന് തൻ്റെ ശക്തി മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ തൻ്റെ ഏതൊരു മായ കാട്ടിയാണോ തന്നെ ഇപ്പോൾ മോഹിപ്പിക്കുവാൻ നോക്കിയത്, അതേ മായ കൊണ്ട് തിരിച്ച് ബ്രഹ്മാവിനെ ഒന്ന് മോഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതേപോലെ അവിടെയൊക്കെ നടന്ന് ഈ പശുക്കുട്ടികളെ നോക്കിക്കൊണ്ട് നടന്നത്, അന്വേഷിച്ച് നടന്നത്. ഇനി ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്യുക്ത്വാദ്രിദരീകുഞ്ച ഗഹ്വരേഷ്വാത്മവത്സകാൻ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ആ ഒരു വരി മുഴുവൻ. ഇത്യുക്ത്വ അദ്രി ദരി കുഞ്ച ഗഹ്വരേഷു. പദങ്ങൾ പിരിക്കണ്ട, നമ്മൾ ചെറിയ ചെറിയ വാക്കുകൾ മനസ്സിലാക്കിയാൽ ചേർത്ത് വായിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞു തരുന്നു എന്ന് മാത്രം.
അതുപോലെ ഗഹ്വരേഷു ആത്മവത്സകാനാണ്. അതുകൊണ്ട് ശ്വ എന്ന അക്ഷരത്തിന് ഗഹ്വരേഷ്വാത്മവത്സകാൻ അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്ത കൃഷ്ണ എന്നുള്ളിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 15ാമത്തെ ശ്ലോകമാണ്. അംഭോജന്മജനിസ്തദന്തരഗതോ മായാർഭകസ്യേഷിദുർ ദ്രഷ്ടും മഞ്ജുമഹിത്വമന്യതപി തദ്വത്സാനിതോ വത്സപാൻ നീത്വാന്യത്ര കുരൂദ്വഹാന്തരദധാഖേവസ്ഥിതോ യഃ പുരാ ദൃഷ്ട്വാഘാസുരമോക്ഷണം പ്രഭവതഃ പ്രാപ്തഃ പരം വിസ്മയം. നമ്മൾ ആദ്യത്തെ വരിയിൽ തന്നെ അംഭോജന്മജനിസ്തദന്തരഗതോ, കുറച്ച് വലിയ വാക്കാണെന്ന് തോന്നും. അംഭോജന്മജനി എന്ന് പറഞ്ഞാൽ താമരയിൽ അംഭോജത്തിൽ ജനിച്ചത് ആ ബ്രഹ്മാവ്. തദന്തരഗത എന്ന് പറഞ്ഞാൽ ആ അവസരത്തെ പ്രാപിച്ചിട്ട് മായാർഭകസ്യേഷിതുർ ദ്രഷ്ടും, മായാർഭകസ്യ ഈശിതുഹു ദ്രഷ്ടും, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് മായാർഭകസ്യേഷിതുർ ദ്രഷ്ടും. മായാർഭകസ്യ എന്ന് പറഞ്ഞാൽ തൻ്റെ മായ കൊണ്ട് അർഭകസ്യ ബാലനായിരിക്കുന്ന ആ ഭഗവാന്റെ, ഈശിതു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ, ദ്രഷ്ടും എന്ന് പറഞ്ഞാൽ കാണാനായിക്കൊണ്ട്, എന്ത് മഞ്ജുമഹിത്വമന്യതപി, മഞ്ജുമഹിത്വം എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായ മാഹാത്മ്യത്തെ ഒന്ന് കാണുവാനായിക്കൊണ്ട്, മഞ്ജുമഹിത്വം അന്യത അപിയാണ് മഞ്ജുമഹിത്വമന്യത അപി. ഭഗവാന്റെ ഈ ഒരു മായാവൈഭവത്തെ, മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ഈ മായയെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് അന്യത അപി എന്ന് പറഞ്ഞാൽ അന്യമായിരിക്കുന്ന ഈശ്വരൻ്റെ ആ പ്രഭാവം, അവിടെ ഈശ്വരഭാവത്തിലല്ല, ഇവിടെ വന്ന് ഒരു മനുഷ്യബാലനായി പിറന്നിട്ട്, അതും തൻ്റെ മായ കൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു ജന്മം എടുത്തു വന്നിരിക്കുന്നത്. ആ ജന്മത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ കാണിക്കുന്ന മായകളെ, ആ മനോഹരമായ മായാലീലകളെ ഒന്ന് കാണുന്നതിനായിക്കൊണ്ടാണ് ഇവിടെ ബ്രഹ്മാവ് തദ്വത്സാനിതോ വത്സപാൻ, തദ്വത്സാൻ ഇതഹ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തദ്വത്സാനിത. തദ്വത്സാൻ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ പശുക്കുട്ടികളെയും, ഇതഹ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ അവരിയ്ക്കുന്ന ആ നദിക്കരയിൽ നിന്നും ആ പശുക്കുട്ടികളെയും, വത്സപാൻ പശുക്കുട്ടികളെ പാലിക്കുന്നവരായിട്ടുള്ള ആ ഗോപബാലന്മാരെയും, നീത്വാ അന്യത്ര, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് നീത്വാന്യത്ര. നീത്വ എന്ന് പറഞ്ഞാൽ പ്രാപിപ്പിച്ചിട്ട്, അന്യത്ര എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തിൽ, അതായത് ഈ നദിക്കരയിൽ നിന്നും ഇവരൊക്കെ ഒന്നിച്ചിരുന്നിരുന്ന ആ ഒരിടത്ത് നിന്നും പശുക്കുട്ടികളെയും അതിനെ മേയ്ക്കുന്ന ഗോപബാലന്മാരെയും എല്ലാം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിട്ട് കുരുദ്വഹ അന്തരദധാത്, കുരുദ്വഹ അന്തരദധാത്, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കുരുദ്വഹ അന്തരദധാത്. കുരുദ്വഹ അല്ലയോ കുരുവംശത്തിൽ പിറന്നവനെ, അല്ലയോ കുരുശ്രേഷ്ഠ, എന്ത് അന്തരദധാത്, അതിനുശേഷം അന്തർധാനം ചെയ്യുകയും ചെയ്തു. അതായത് ബ്രഹ്മാവ് ഈ പശുക്കളെയും പശുക്കുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ ഈ ഒരു ലീലയെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട്
ഈ കുട്ടികളെയും പശുക്കുട്ടികളെയൊക്കെ മറ്റേതോ ഒരു ഇടത്ത് കൊണ്ടുവച്ച് അതിനുശേഷം ഇവിടെ നിന്നും അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഖേവസ്ഥിതോ യഹ് പുര, പുര എന്ന് പറഞ്ഞാൽ മുമ്പ്. ഖേവസ്ഥിതോ, ഖേ അവസ്ഥിത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഖേവസ്ഥിത. ഖേ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ, അവസ്ഥിത സ്ഥിതി ചെയ്യുന്നവനായിട്ട്, യഹ യാതൊരുവനാണോ, ദൃഷ്ട്വാ അഘാസുരമോക്ഷണം, ദൃഷ്ട്വാ അഘാസുരമോക്ഷണം, ഇങ്ങനെ രണ്ട് വാക്കുകളാണ്. ദൃഷ്ട്വാ അഘാസുരമോക്ഷണം. അഘാസുരമോക്ഷണം എന്ന് പറഞ്ഞാൽ ആ അഘാസുരന് മോക്ഷം നൽകിയതിനെ ദൃഷ്ട്വാ കണ്ടിട്ട്, പ്രഭവത എന്ന് പറഞ്ഞാൽ ആ പ്രഭാവത്തെ അതായത് സർവസമർത്ഥനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രഭാവത്തെ പ്രാപ്ത പരം വിസ്മയം, പരം വിസ്മയം എന്ന് പറഞ്ഞാൽ അത്യാശ്ചര്യത്തെ പ്രാപിച്ചുവോ. അതായത് ഇവിടെ പറയുകയാണ്, മുമ്പ് യാതൊരാളാണോ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ട്, അതായത് സർവസമർത്ഥനായിരിക്കുന്ന ആ ഭഗവാന്റെ അഘാസുര മോക്ഷത്തെ കണ്ടിട്ട് സത്യലോകത്തിലിരുന്നു കൊണ്ട് അത്യധികം വിസ്മയം പൂണ്ട ആ ബ്രഹ്മാവിന് ഭഗവാന്റെ ഈ പരമമായിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഈ മായാവൈഭവത്തെ ഒന്ന് കാണണമെന്ന് തോന്നിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ബ്രഹ്മാവ് ഭഗവാന്റെ തോഴന്മാരെയും ആ ഗോപബാലന്മാരെയും മറ്റു പശുക്കുട്ടികളെയും ഒക്കെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് അന്തർധാനം ചെയ്തത്. അതായത് ഈ ഭഗവാൻ തൻ്റെ തന്നെ മായ കൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യബാലനായി പിറന്നുവെങ്കിലും ഭഗവാന്റെ ഭാവമല്ലാത്തത് കൊണ്ട് തന്നെ ഈ മനുഷ്യബാലനായിട്ടിരുന്നു കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കണമെന്ന് തോന്നിയിട്ടാണ് ബ്രഹ്മാവ് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നത് എന്ന് അർത്ഥം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അംഭോജന്മജനിസ്തദന്തരഗതോ മായാർഭകസ്യേഷിതുർദ്രഷ്ടും മഞ്ജുമഹിത്വമന്യദപി തദ്വത്സാനിതോ വത്സപാൻ നീത്വാന്യത്ര കുരുദ്വഹാന്തരദധാത് ഖേവസ്ഥിതോ യഃ പുരാ ദൃഷ്ട്വാഘാസുരമോക്ഷണം പ്രഭവതഃ പ്രാപ്തഃ പരം വിസ്മയം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അംഭോജന്മജനിസ്തദന്തരഗതോ, അവിടം വരെയും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ തത് അന്തരഗത ആണ്, ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത മായാർഭകസ്യേഷിതുർദ്രഷ്ടും, അവിടെ മായാർഭകസ്യ ഈശിതുഹ ആണ്, പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതും മായാർഭകസ്യേഷിതുർ ദ്രഷ്ടും എന്ന് പറയുന്നത് വരേക്കും കഴിയുന്നതും ചേർത്ത് വായിക്കുക. പിന്നെ അടുത്തത് മഹിത്വമന്യതപി, മഹിത്വം അന്യതാണ്, മായുടെ അകാരം ശ്രദ്ധിക്കുക. തദ്വത്സാനിതോ, അവിടെ ദ്വ എന്ന് തന്നെ എടുക്കുന്നതാവും ശരിയായിട്ടുള്ളത്. അതുപോലെ നീത്വ അന്യത്ര ആണ്, നീത്വാന്യത്ര, അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുരുദ്വഹ അന്തരദധാത്, കുരുദ്വഹ അന്തരദധാതാണ്, പദം പിരിക്കണ്ട, നമ്മൾ അകാരം ശ്രദ്ധിച്ചാൽ മതി. കുരുദ്വഹ അന്തരദധാത്. പിന്നെ യഹ് പ്രാപ്ത, ഇവിടെയൊക്കെ വിസർഗം വരുന്നുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത ദൃഷ്ട്വ അഘാസുരമോക്ഷണം, ദൃഷ്ട്വ അഘാസുരമോക്ഷണമാണ്, അകാരം ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതിന് 16ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.